നമ്മുടെ സ്വന്തം നാട്. അതിൻ്റെ മധ്യത്തിലായി നാട്ടിക മലപ്പുറത്തിൻ്റെ വടക്കേയറ്റത്തുള്ള മനോഹരമായ ഒരു ഗ്രാമം. സുഗന്ധവ്യഞ്ജനങ്ങളും കരകൗശല വസ്തുക്കളും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്ന ചേറ്റുവ തുറമുഖം വടക്കേയറ്റത്തും ആശാൻ റോഡ് തെക്കേയറ്റത്തും സ്ഥിതി ചെയ്യുമ്പോൾ അറബിക്കടലിലെയും കനോലി കനാലിന്റെയും ഇടയിൽ ഒരു സുന്ദര ഗ്രാമം. ഡച്ചുകാരുടെ കോട്ട പിടിച്ചടക്കിയ ടിപ്പു സുൽത്താനെ തടഞ്ഞു നിർത്തിയ ചുണക്കുട്ടന്മാരുടെ നാട്ടിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കരുത്തന്മാരായ ഒരു പറ്റം ചെറുപ്പക്കാർ. അതെ, ജയഭാരതിന്റെ ചരിത്രം ഇന്നും കാലിക പ്രസക്തിയുള്ളതിനാൽ ജാസ് എവറേറ്റ്സ് സവിനയം അവതരിപ്പിക്കുന്നു മാവേലി കണ്ട ഓണം. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, രംഗത്ത് എല്ലാം ഞങ്ങളൊക്കെ തന്നെ. ഇതിലെ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. അഥവാ സാദൃശ്യം തോന്നിയാൽ അത് വെറും മനഃപൂർവ്വം മാത്രമാണ്. നിങ്ങളുടെ ആശീർവാദത്തോടെ ആരംഭിക്കട്ടെ മാവേലി കണ്ട ഓണം. ഇതെന്താ ഇന്ന് ഓണമായിട്ട് ഇവിടെ ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ലയോ? അതൊക്കെ പണ്ട് എത്ര മനോഹരമായ കാലം. നേരെ എത്രയോ ഓണായിട്ട് നിന്നലെ തൊട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാജിയെ. കഴിഞ്ഞ പ്രാവശ്യം പോലെ ആവരുത് കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ ഓണം പൊളിക്കും. കഴിഞ്ഞ പ്രാവശ്യം പോലെ ആവരുത്. ഓണം എന്തായാലും പൊളിച്ചിരിക്കണം. നീ വാ ഷാജിയെ, തമാശ കളിക്കില്ലേ? അവരൊക്കെ പോരും. ആ അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ആരാണ് അവിടെ രാവിലെ തൊട്ട് കൊടയും മടി കൊമ്പം വീശിയൊക്കെ ഇട്ട് അറിയില്ല. ഫാൻസി ഡ്രസ്സാണോ? മണിക്കൂട്ടൻ അരമണിക്കൂറും വിളിച്ചിട്ട് വരുന്നു പറഞ്ഞിട്ട് വരുമ്പോ പറഞ്ഞ വിളിച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റും. ഇവിടെ ഓരോരുത്തരെ നീ എവിടെയായിരുന്നു? മാളുക്കളയിൽ പോണ കാര്യം നിന്റെ വീട്ടിന്റെ മുന്നിലാണ് മാളുക്കളവ്. പിന്നെ അതിന് മാളുക്കള വരെ പോണ കാര്യം ഇവിടെ ഈ പരിപാടി നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. ഞാൻ ആ വഴിക്ക് വരുന്ന വഴിക്കാണ് പുഴയെന്ന് ഒരു മെഴുകുതിരിനെ കത്തി വരുന്നു. നമ്മളെ മാളുക്കളവിന്റെ അവിടുത്തെ പുഴയെന്ന് മെഴുകുതിരി അത് കത്തിക്കൊണ്ട് ഇങ്ങനെ പൊന്തി വരുന്നു അല്ലേ? എടാ നമ്മൾ 2 ആഴ്ച മുമ്പ് അവിടെ ചൂണ്ടിടാൻ പോയിട്ട് ഒരു ചൂട്ടാപ്പിനെ പോലും കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് ഈ വലിയ മെഴുകുതിരി
കൊണ്ടുവരുന്ന പറഞ്ഞ കത്തിക്കൊണ്ട് കൊണ്ടുവരും. അതിങ്ങനെ കത്തി കത്തി വരും. ഞാൻ അവിടെ ഇരുന്നു അരമണിക്കൂർ നീ അതൊന്നും നോക്കി ഇരുന്നു കേട്ടു. ഞാൻ പറഞ്ഞു നീ എന്താണ് മെഴുകുതിരി കത്തിക്കൊണ്ടുവരുന്ന സത്യം അപ്പോഴടി നീ കണ്ട നീ പറഞ്ഞ നമ്മുടെ ജിത്തേട്ടന്റെ വീടിന്റെ പിന്നിലുള്ള പുഴയുടെ കാര്യം പറഞ്ഞ നമ്മളെ ഓടി വന്ന് ചാടിക്കിടന്ന കടക്കാൻ പറ്റുന്ന പുഴയിലാണ് തിമിങ്ങലെന്ന് പറഞ്ഞത്. ഇത്രയും വന്ന തിമിങ്ങലും കപ്പലിൽ എത്രയും പോകുന്ന തിമിങ്ങലും കപ്പല് മെഴുകുതിരി വലിയ തിമിങ്ങലം മെഴുകുതിരി ഓക്കെ ഇന്നിപ്പോ ഓണല്ല നമുക്ക് തല്ലൂടണ്ട. നിങ്ങൾ തല്ലൂടണ്ട. നമുക്ക് കോംപ്രമൈസിൽ എത്താം. നീ ഒരു കാര്യം ചെയ്തേക്ക്. ആ മെഴുകുതിരി പൊന്തി വന്ന മെഴുകുതിരിയില്ല കത്തിക്കൊണ്ട് അതൊന്നും കെട്ടാൻ പറ്റും നിനക്ക്. അങ്ങനെയാണെങ്കിൽ അവനാ തിരികെ നീ വന്നോളൂ. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ല അല്ലേ? അപ്പൊ നീ എടുത്തല്ല നമ്മളെ പ്രശ്നം തല്ലോട. നീ എവിടെയായിരുന്നു? അരമണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇത്രയും നേരം 5 മിനിറ്റോട് നിനക്ക് നിന്റെ വീടിനോട് നീ എവിടെയായിരുന്നു? ചോദിക്കും ഓണായിട്ട് അല്ലേ? നല്ല പഠിപ്പ്, നല്ല സ്വഭാവം. എന്താണ്ടത് ഒരു ഓണായിട്ടാണ്. നീ വേറെ രണ്ടുമൂന്നെണ്ണം ഉണ്ടല്ലോ ഷാജിന്റെ ഷാജിനെ വിളിക്കാം. വേറെ രണ്ടുമൂന്നെണ്ണം ആ രണ്ടേ രണ്ട് ഇത്ര നേരം ഇവിടെ ഓണായിട്ട് എന്താണ്ട് നായർക്കളെ കൊണ്ട് നാട്ടിൽ ഭയങ്കര ശല്യമുള്ള മനുഷ്യന്മാരെ എന്ത് ചെയ്താലും നമ്മളെ നാട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല. നായകളെ തൊടാൻ പാടില്ല. അപ്പം മൃഗസ്നേഹികളും ആൾക്കാരോട് ഇറങ്ങി നായകളെ കൊണ്ട് ഇവിടെ നാട്ടുകാർ മുഴുവൻ ബുദ്ധിമുട്ടാകും. സത്യം പറയാം നിങ്ങൾക്ക് നായയുടെ കൊണ്ടാണ് ആ ഞാൻ എന്തെങ്കിലും ആവട്ടെ. സമയത്തിനെത്താം. നമ്മളൊരു പരിപാടി അറിയിച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിനെത്താം. ഇനിയിപ്പോ ഷാജിനെ ഇവിടെ പോയിട്ട് തപ്പാനുണ്ട്. ഷാജിനെ ഞാൻ വിളിക്കാം. മലയാളത്തിൽ പതിക്കനെ നടന്നു. ഈ ആൾക്കാരെ തെരുവിളി ചീത്തവിളി ഫുള്ള് കേട്ടത് ഞാനാണ്. ഷാജി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആക്കല്ലേട്ടാ. എല്ലാം തെറ്റല്ലേ ഷാജി? എല്ലാം ഓക്കെ അല്ലേ? ഇതെന്ത് പറ്റി കേരളത്തിലെ യുവജനങ്ങൾക്ക്? ഇത്തരം ആഘോഷങ്ങൾക്കായി ഇനി ഈ നാട്ടിലേക്ക് ഞാൻ വരുന്നില്ല. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന്റെ കാര്യം ഒരു തീരുമാനമായി. എന്തൊക്കെ ആയിരുന്നു ഷാജി വരഞ്ഞ് ഡാൻസ് കളിക്കുന്നു ഒരു തീരുമാനമായല്ലോ. സന്തോഷമായല്ലോ. കഴിച്ചാ അതും കഴിഞ്ഞു. എന്താ
നടക്കുമല്ലോ. എവിടെയാണ് ആ താനും കയ്യില് മതി 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 അത് മതി അവിടെ വെച്ച് ദൈവണ്ട് இந்த காரணம் நம்ம சீக்கிரம் போ കിട്ടും ടൈമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ആരെയും വിട്. ഓക്കെ ഓക്കെ ഞാനിതേ വരും. ഓക്കെ 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 ഇല്ല അവരങ്ങൾ പറഞ്ഞോ. ഞാൻ 5 മിനിറ്റ് ഓക്കെ ഓക്കെ ഇല്ല ഇല്ല ഓക്കെ അയ്യോ എന്റെ പ്രജകളെ കാണാനായി വന്നതാണ്. പക്ഷേ ഇവിടെ ആഘോഷങ്ങളൊന്നുമില്ല. തിരിച്ചു പോകുവാനായി ആ പട്ടികൾ സമ്മതിക്കുന്നുമില്ല. ഓണം കാണണം. ഓണാഘോഷം കാണണമെങ്കിൽ ദേവാലയത്തിലേക്ക് ഗ്രൗണ്ടിലേക്ക് വരും. അവിടെയാണ് ഓണാഘോഷം. അന്ന് വന്നാലും തിരുവാമണിനാവ് മനസാകനിലാവ് മലയാള ചുണ്ടിൽ പലോണപ്പാട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ അടുത്ത മത്സരങ്ങൾ ഉറിയടിക്ക് ശേഷം വടംവലി മത്സരങ്ങളുടെ കുത്തൊഴുക്കിനാൽ ഇതാ അടുത്തതായി കുട്ടികളുടെ മത്സരങ്ങളാണ് നടക്കുന്നത്. അതാ അടുത്ത മത്സരം ഉറിയടി മത്സരം. തീപ്പെട്ടി ഗോപാലനും ചൂച്ചുവും പങ്കെടുക്കുന്ന ശക്തമായ മത്സരം. അതാ ഉറിയടി മത്സരം. അടുത്തതായി വടംവലി മത്സരത്തിന് ജയപാലത്തിന്റെ എ ടീമിനെയും ബി ടീമിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. എ ടീമിനെയും ബി ടീമിനെയും അതാ എ ടീമിനെ നയിക്കുന്നത് കായിക്കര പപ്പാൻ. അതാ മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വടംവലി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ ഒറ്റയ്ക്ക് പിടിച്ചു വലിക്കുന്നു. അതാ കൂട്ടത്തിലാണ് നടക്കാൻ പോകുന്നത്. ഞാൻ കൃതാർത്ഥനായി. ഇനി എല്ലാ മലയാളി പ്രജകളും ഇതുപോലെ ഓണം ആഘോഷിച്ചാൽ നോം സന്തോഷവാനാകും. ഇനി അടുത്ത വർഷം ഞാൻ നിങ്ങളെ കാണാനായി വീണ്ടും വരും. എല്ലാവർക്കും ഓണാശംസകൾ.